ആദ്യം നമുക്ക് ഇടതു നിരീക്ഷകൻ NV ബാലകൃഷ്ണനിലേക്ക്. ശ്രീ NV ബാലകൃഷ്ണൻ, ഈ തുടക്കത്തിൽ കേരളത്തിലെ CPM അടക്കം ഏറ്റവും കൂടുതൽ വിമർശിച്ചതാണ് രാഹുൽ ഗാന്ധിയെ പോലെ സ്ഥിരതയില്ലാത്ത ഒരു നേതാവിന്, അല്ലെങ്കിൽ അതുവരെയുള്ള പ്രവൃത്തി വെച്ച് സ്ഥിരതയില്ലാത്ത ഒരു നേതാവിന് ഈ യാത്ര പൂർത്തീകരിക്കാൻ കഴിയുമോ? കേരളം വിട്ടാൽ ആളില്ലാത്ത യാത്രയായി ഇത് മെലിഞ്ഞു പോകും എന്നൊക്കെ. പക്ഷേ രാഹുൽ ഗാന്ധി ഈ ദിവസങ്ങളെല്ലാം പിന്നിട്ടിരിക്കുന്നു. ഇന്ത്യയിൽ മറ്റൊരു നേതാവും നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഇങ്ങനെ ഒരു യാത്ര നടത്തിയിരിക്കുന്നു. ശരിക്കും കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള ഒരു ആത്മവിശ്വാസം ആ കോൺഗ്രസ് അണികളിലേക്കെങ്കിലും എത്തിക്കാൻ ഈ യാത്ര കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷം അന്ന് തന്നെ ഈ യാത്ര അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നോ അല്ലെങ്കിൽ മെലിഞ്ഞു പോകും എന്ന് അല്ല പറഞ്ഞത്. യാത്രയുടെ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. കോൺഗ്രസ് ആരെയാണ് എതിർക്കേണ്ടത്, എന്താണ് കോൺഗ്രസിൻ്റെ പൊസിഷൻ? ആ ചോദ്യമാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ട് വരുന്നത്. കോൺഗ്രസ് എവിടെ നിൽക്കണം, അതാണ് പ്രശ്നം. കോൺഗ്രസ് കേരളത്തിൽ വന്ന് CPM-നെയാണോ എതിർക്കേണ്ടത്? അതല്ല ഉത്തർപ്രദേശിൽ പോയി BJP ആണോ എതിർക്കേണ്ടത്? അതല്ല ഗുജറാത്തിൽ പോയി BJP ആണോ എതിർക്കേണ്ടത് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൂടെ കൂടുതൽ യാത്ര നടത്തുകയും BJP പ്രധാന ശക്തിയായി നിൽക്കുകയും BJP-യെ ശക്തമായി എതിർക്കേണ്ട സംസ്ഥാനങ്ങളിൽ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് അന്നും ഇന്നും ഇടതുപക്ഷം എതിർത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് ഇടതുപക്ഷത്തിൻ്റെ ജോലിയാണ്. കോൺഗ്രസ് അതിൻ്റെ കൃത്യമായി പൊസിഷൻ എടുക്കുകയും കോൺഗ്രസ് ആരാണ് ഇന്ത്യയിലെ ശത്രു എന്ന് തിരിച്ചറിയുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. ഇടതുപക്ഷമാണോ കോൺഗ്രസിൻ്റെ ശത്രു, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളാണോ കോൺഗ്രസിൻ്റെ ശത്രു? കോൺഗ്രസ് ശത്രു BJP ആണ്. BJP ആണ് ശത്രുവെങ്കിൽ ആ BJP-ക്കെതിരെയുള്ള പട നയിക്കാനുള്ള ശക്തിയാണ് കോൺഗ്രസ് സമാഹരിക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ കോൺഗ്രസ് BJP ശത്രുവായി കാണുമ്പോൾ അതിൻ്റെ അടിമുടി നിലപാടുകൾ മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഹിന്ദുത്വം BJP മുന്നോട്ട് വെക്കുമ്പോൾ മൃദു ഹിന്ദുത്വം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. സാമ്പത്തിക നയത്തിൽ രണ്ടുപേരും തുല്യ രീതി തന്നെയാണ്. ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും തന്നെയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെയും അതേ നയം. മതേതരത്വ കാഴ്ചപ്പാട് അത് പറയുന്നുണ്ട് എങ്കിലും കോൺഗ്രസിന് അതുണ്ടോ, കോൺഗ്രസ് നേതാക്കൾക്ക് അതുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. BJP നേതാക്കൾ വേഷം കെട്ടുന്നത് പോലെ വേഷം കെട്ടുകയോ BJP നേതാക്കൾ ആരതി ഒഴിയുന്നത് പോലെ ആരതി ഒഴിഞ്ഞോ BJP നേതാവ് മോദിയോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒരിക്കലും ഇന്ത്യയിൽ ഒരു കോൺഗ്രസ് തിരിച്ചു വരാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ അവകാശപ്പെടാൻ കഴിഞ്ഞു എങ്കിലും ആൾക്കൂട്ടമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ, സംശയമേ ഇല്ല. പക്ഷേ എന്താണ് കോൺഗ്രസിൻ്റെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ? ഈ ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ ഈ മുന്നേറ്റത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഘടനയില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഈ കേരളത്തിൽ പോലും അതില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എത്രയൊക്കെ നിങ്ങൾ ബഹളം വെച്ചാലും, എത്രയൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടൽ നടത്തിയാലും അടിസ്ഥാനപരമായി പ്രശ്നം എന്താണ്? കോൺഗ്രസ്സിന് ഈ ആൾക്കൂട്ടത്തെ രാഷ്ട്രീയമായി വോട്ടാക്കി മാറ്റാനും രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി അവരെ പഠിപ്പിക്കാനും കോൺഗ്രസിനോടൊപ്പം ഉറപ്പിച്ചു നിർത്താനും കഴിയുന്ന സംഘടന ശക്തിയില്ല. ആ സംഘടന ശക്തി രൂപീകരിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് കോൺഗ്രസ് കാണേണ്ടത്. അല്ലാതെ കോൺഗ്രസിന് ഒന്നും പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഇന്ത്യക്കകത്ത് കോൺഗ്രസ് നിൽക്കുന്ന പൊസിഷൻ ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുക. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ശക്തിയുണ്ടോ? ശക്തിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ UP-യിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? ഗുജറാത്തിൽ BJP ശക്തമായ ഗുജറാത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? അങ്ങനെ BJP അവരുടെ പ്രധാന സീറ്റുകൾ മുഴുവൻ നേടിയെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ, ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ശക്തമായ ബദലാവാൻ കഴിയുന്നില്ല, അവിടെ വളർന്നു വരാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെയാണ് ശത്രുവായി കാണേണ്ടത്? കോൺഗ്രസ് BJP ആണെങ്കിൽ BJP-യുടെ ഒരു സംഘടനാ ശൈലിയുണ്ട്. അതിൻ്റെ താഴെ തട്ടുവരെ RSS ഉണ്ടാക്കിയെടുത്ത കൃത്യമായൊരു സംഘടനാ സിസ്റ്റമുണ്ട്. ആ സംഘടനാ സിസ്റ്റത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് BJP-യുടെ തേരോട്ടം നടത്തുന്നത്. അവർക്ക് അടിത്തറയുണ്ട്, അവർക്ക് ഓരോ ബൂത്തിലും വീട് കയറാൻ പ്രവർത്തകരുണ്ട്, സംഘടനയുണ്ട്. അങ്ങനെ സംഘടന ഉണ്ടാക്കാൻ, അങ്ങനെ അടിസ്ഥാനപരമായി ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ, പ്രവർത്തകരെ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഭാരത് ജോഡോ യാത്ര നടത്തി വലിയ വിജയം തന്നെയാണ് എന്ന് നമുക്ക് അവകാശപ്പെടാം. അങ്ങനെ അവകാശപ്പെട്ടാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്കൂട്ടത്തെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ സംഘടനാപരമായി നേട്ടമാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി നുഴഞ്ഞു കയറുന്നത്? എന്തുകൊണ്ടാണ് അവിടെ കോൺഗ്രസിന് വീണ്ടും തിരിച്ചു വരാൻ കഴിയാതിരിക്കുന്നത്? ഗുജറാത്തിൽ നാം കണ്ടതാണ്, തകർന്നടഞ്ഞു പോവുകയാണ് ചെയ്തത്. ബാലകൃഷ്ണൻ അതോടൊപ്പം തന്നെ ഈ ബാലകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു പ്രധാനമായും മറുപടി പറയാൻ കഴിയുക കോൺഗ്രസിന്റെ പ്രതിനിധി അബിൻ വർക്കിക്ക് തന്നെയാണ്.